പക്ഷേ നവീൻ ബാബുവിനെ കൊന്നതാണ് എന്നാണ് ഭാര്യ മഞ്ജുഷ ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് CBI വരണം എന്ന് മഞ്ജുഷ ആവർത്തിക്കുന്നത്. നാളെയാണ് കേസിലെ വിധി. ഈ കൊന്നത് എന്ന് പറയണമെങ്കിൽ ചില സംശയങ്ങൾ മഞ്ജുഷയ്ക്കുണ്ടാകണം. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തിയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് CBI വരണമെന്ന് പറയുന്നത്. CBI വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. CBI വന്നാൽ CBI വരണം എന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള പോലീസ് സംവിധാനങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന നമ്മുടെ സമൂഹത്തിൻ്റെ സംശയം തന്നെയാണ്. അപ്പുറത്ത് രാഷ്ട്രീയമൊക്കെ അതിനകത്തുണ്ട്. കാരണം CBI വരുന്ന സമയത്ത് BJPയുടെ താല്പര്യമായിരിക്കും കൂടുതൽ സംരക്ഷിക്കപ്പെടുക. ആ താല്പര്യം എന്ന് പറഞ്ഞാൽ CPMനെതിരായിട്ട് ഉള്ള ഒരു താല്പര്യമായിട്ട് മാറുകയും CPMൻ്റെ ആളുകളെ അതിനകത്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് CPMകാർ കരുതുന്നത്. അത് CPMൻ്റെയും BJPയുടെയും രാഷ്ട്രീയ പ്രശ്നമാണ്. പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ള നീതിമാനായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ആത്മഹത്യയാണ് എന്ന് കുറേ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും പിന്നീട് അത് കൊലപാതകമാണ് എന്ന് തരത്തിലേക്ക് ചർച്ച മാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് ആവശ്യമായിട്ടുള്ള കുറേ തെളിവുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം സാഹചര്യ തെളിവുകൾ എന്ന നിലക്കോ അതല്ലെങ്കിൽ വ്യാഖ്യാന തെളിവുകൾ എന്ന അടിസ്ഥാനത്തിലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കോടതിയുടെ മുന്നിൽ വിഷയം വരുന്ന സമയത്ത് ഇതിലെത്രമാത്രം വസ്തുതയുണ്ട്, എന്താണ് അതിൻ്റെ റിയൽ ഫാക്റ്റ്, അത് പരിശോധിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്നത്തെ ഒരു കാലാവസ്ഥയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് വിഷയവും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയും ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതിൽ ശരിയുമുണ്ടാകും തെറ്റുണ്ടാകും, അനുമാനങ്ങളുണ്ടാകും, ഇമാജിനേഷൻസ് വരാം, ഉത്കണ്ഠകൾ അതിശക്തമായിട്ട് അതിൽ കയറിപ്പിടിക്കാം. ഇതെല്ലാം ചേർന്നിട്ട് നമ്മളുടെ ചർച്ചകളെ തന്നെ ഒരു ദിശയിലേക്ക് അത് കൊണ്ടുപോകും. ശരിയായ ദിശയാണോ തെറ്റാ എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലാണത് പോകുന്നത് എന്ന് വന്നാൽ അതിനുപോലുബലമായിട്ടുള്ള തെളിവുകളാണ് കൂടുതലായിട്ട് വരേണ്ടത്. എനിക്ക് സംശയമില്ലാത്ത കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സാക്ഷിമൊഴിയൊക്കെ ആയിട്ട് നമ്മളുടെ ഒരു സ്ത്രീ എത്തിയാരും അറിയാമല്ലോ. അവർ ഇരിക്കൂരെന്ന് വന്നതാണ്. അവർ പലയിടത്തും നടന്ന് പറയുന്നത് ഞാനിതൊക്കെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നിലവിൽ ഉള്ളപ്പോൾ പോലീസിന് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. CBIക്കും ആ അന്വേഷണത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കറിയാം പോലീസും അതേപോലെ തന്നെ നമ്മളുടെ വക്കീലന്മാരും ഒക്കെ ഈ കേസിനെ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതികളുണ്ട്. ആ രീതികളിൽ സ്വീകാര്യമായിട്ടുള്ളതൊന്നാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ എന്നുവെച്ചാൽ CBI വരണം. കാരണം ഇവിടുത്തെ അന്വേഷണങ്ങളിൽ ഇന്ന പാകപ്പിഴകളുണ്ട് എന്ന് കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമാണ്, അതിപ്പോൾ വാദിയുടെ മഞ്ജുഷയുടെ വക്കീലിനതിന് കഴിഞ്ഞാൽ മാത്രമാണ് കോടതിയിൽ നിന്ന് CBI വരണം എന്ന് തീരുമാനം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് വക്കീലിനെ ആശ്രയിച്ച് നിൽക്കുന്നു, അദ്ദേഹം ഹാജരാക്കുന്ന തെളിവുകളെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആ രീതിയിൽ അന്വേഷണം നടക്കും. അന്വേഷണം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല അന്വേഷണം നടക്കുന്നത്. അങ്ങനെ അന്വേഷണം നടന്നാൽ നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വരും. ഈ PP ദിവ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. CBI അന്വേഷണം വന്നാൽ PP ദിവ്യയുടെ റോൾ ഇതിലെന്താണ് എന്നുള്ളത് തെളിയും. PP ദിവ്യയെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ശക്തമായി തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് PP ദിവ്യയെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ CBI വന്നാൽ ഒരു തുറന്ന പരിശോധനയായിരിക്കും ഇക്കാര്യത്തിൽ നടക്കുന്നത്, അന്വേഷണമായിരിക്കും നടക്കുന്നത്. കാരണം ഇപ്പോഴത്തെ അന്വേഷണ സംഘം തെളിവുകൾ പോലും കൃത്യമായി ശേഖരിച്ചിട്ടില്ല. ആരെയോ രക്ഷപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെളിവുകൾ പോലും ശേഖരിക്കാൻ അവർ മടിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ PP ദിവ്യയുടെ ഒരു രാഷ്ട്രീയ ഭാവി, പ്രത്യേകിച്ച് ഇനി അടുത്ത 3ാം ഭരണം CPMനാണ് ലഭിക്കുന്നതെങ്കിൽ ഒരു മന്ത്രി ഒക്കെ ആയി അല്ലെങ്കിൽ ഒരു MLA ഒക്കെ ആയി CPM ഉയർത്തിക്കൊണ്ടുവരാൻ നിന്ന ഒരു വനിതാ നേതാവാണ് PP ദിവ്യ എന്ന് പറയുന്നത്. CBI അന്വേഷണം വരുമ്പോൾ PP ദിവ്യയുടെയിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയാൽ ദിവ്യയുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്താകും? അല്ല, ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിയൊന്നും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യമാണ്. CBI വന്നാൽ, CBI അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ PP ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ള ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. കാരണം അത് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്വകാര്യമായിട്ടുള്ള
ഭാവി പ്രവചനം മാത്രമാണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിന് ഈ കാര്യത്തിലുള്ള ഉത്കണ്ഠ എന്താണ്? ഈ കേസിൽ എത്രമാത്രം ഇൻവോൾവ്മെൻറ്റ് പി ദിവ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? ആ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഗൂഢാലോചനയിലൊക്കെ അതുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുക എന്ന് വെച്ചാൽ അവർ വലിയ കുറ്റവാളിയാണ് എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ കുറ്റവാളിയായ ഒരാൾ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ വരണം. അവർക്ക് എന്താണോ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അത് ലഭിക്കണം. അതാണ് സമൂഹത്തിൻ്റെ താല്പര്യം. അതുമാത്രമല്ല, ഈ സംഭവങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്, ഏതെല്ലാം കരാളഹസ്തങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, അതൊക്കെ തിരിച്ചറിയാൻ കേരളത്തിന് ആഗ്രഹമുണ്ട്, സമൂഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ CBI വരണം എന്ന് ഒറ്റവാക്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ തന്നെയാണ്. എന്നുവെച്ചാൽ സമൂഹം ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളുടെയും ചുരുൾ നിവരണം. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? രാഷ്ട്രീയ ഇടപെടലുണ്ടോ, അഴിമതിയുണ്ടോ, പണക്കൈമാറ്റമുണ്ടോ? ഇതിനൊക്കെ തടസ്സം നിന്നൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ തടസ്സം നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ശ്രമമാണുള്ളത്. അധികാരത്തിൻ്റെ വലിയ മുഷ്ടികൾ അദ്ദേഹത്തിൻ്റെ നേരെയൊക്കെ ആഞ്ഞു ചെന്നിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന, സമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറയുന്നത് സമൂഹത്തിന് നീതിപൂർവമായിട്ടുള്ള ജീവിതമാണ് വേണ്ടത്. അതിന് സ്വസ്ഥതയും സമാധാനവും പ്രധാനപ്പെട്ടതാണ്. ഈ സ്വസ്ഥതയും സമാധാനമൊക്കെ വെറുതെ ഉണ്ടാകുന്നതല്ല. സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിനുള്ള ഒരു സംവിധാനം രാജ്യത്തുണ്ടാകുമ്പോൾ മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ വേഷം കെട്ടി നിർത്തിയിരിക്കുന്ന ആളുകളാണ് ഈ പോലീസുകാർ. അപ്പോൾ പോലീസ് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സ്വത്തിനെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള പോലീസ് കൃത്യമായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ടോ എന്ന അന്വേഷണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അന്വേഷണം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുകയും തെറ്റുകാരെ, കുറ്റവാളികളെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തതിൻ്റെങ്കിൽ നമ്മൾ സംതൃപ്തരാണ്. ശരി, അങ്ങനെ ശിക്ഷിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ പി ദിവ്യയും അതിനകത്ത് കുറ്റവാളിയാണെന്ന് വന്നാൽ ശിക്ഷിക്കപ്പെടും. അവർ ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ എന്ന് പറഞ്ഞാൽ തീർന്നു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഈ കേസിൽ ഇപ്പോൾ AKG സെൻറ്ററിൽ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാണ്. പ്രത്യേകിച്ച് പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു പരാതി വ്യാജമാണ് എന്ന് തെളിഞ്ഞു. നമുക്കറിയാം, ദുരിതാശ്വാസ നിധിയുടെ പേര് പറഞ്ഞാൽ പോലും ഇവിടെ മാധ്യമങ്ങളെയും സാധാരണക്കാരനെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസാണ് നമുക്കുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പരാതി വന്നിട്ടും അറസ്റ്റ് ചെയ്യാനോ അതിലൊരു നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറാകാത്തത്? അതെ, പ്രശാന്തൻ്റെ റോൾ ഇതിനകത്ത് സംശയാസ്പദമാണ്. അത് ഇതുവരെയും നീക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, പോലീസ് അതിന് ശ്രമിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രശാന്തൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സ്വരൂപത്തിൻ്റെ പ്രതീകമാണ്, ശരിക്കും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ഇയാൾ കളങ്കിതനാണ് വരികയും ആ കളങ്കിതനായിട്ടുള്ള ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ടെങ്കിൽ അവരും കളങ്കിതരാണ്, അവർ അഴിമതിക്കാരാണ്. അപ്പോൾ ആ അഴിമതിയിലൊക്കെ വിരൽ ചൂണ്ടാനായിട്ടുള്ള സാധ്യത CBI തുറക്കും. CBIക്ക് തുറക്കാനായിട്ട് കഴിയും. കാരണം CBIക്ക് രണ്ട് താല്പര്യങ്ങളുണ്ട്. ഒന്ന്, കേസിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് തെളിയിക്കുക. രണ്ടാമതെന്താണ്, ഇവിടുത്തെ സർക്കാർ, അതായത് ചുവപ്പ് സർക്കാർ എന്ന് പറയുന്നത് അഴിമതിക്കാരും അതേപോലെ മോശക്കാരുമാണ് എന്ന കേന്ദ്രത്തിൻ്റെ കാഴ്ചപ്പാട് നടപ്പിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളും അതിൽ പ്രധാനപ്പെട്ടതാണ്. രണ്ടും ശരിയായിട്ടുള്ള രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവരൊക്കെ അതിനകത്ത് പ്രതികളാണെങ്കിൽ അത് CPMനെതിരെ ഉള്ള ഒരു കേസായി മാറുന്നു, മറ്റൊന്ന് AK സെൻറ്ററിന് എതിരെയുള്ള കേസായി മാറുന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള കേസായിട്ട് മാറുന്നു. അതാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CBI ഈ അന്വേഷണത്തിലേക്ക് വന്നാൽ ഇനി ഇവരാരും ഇതിനകത്ത് കുറ്റവാളികളോ പങ്കാളികളോ അല്ല എങ്കിൽ CBI വരികയും അന്വേഷണം നടക്കുകയും ഇവർക്ക് ഇതിനകത്ത് സൽപ്പേര്, ഗുഡ് വിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടെയാണ് ചെയ്യുന്നത്. ഇവർ കുറ്റക്കാരല്ലെന്ന് CBI പറഞ്ഞാൽ അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഈ വ്യക്തികൾക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറ്റവാളികളല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് CBI വന്ന് അന്വേഷിക്കട്ടെ എന്ന നിലപാട് തന്നെ സ്വീകരിക്കാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റവാളികളാണെങ്കിൽ ഒരിക്കലും വരണ്ട എന്ന മനോഭാവം അവർ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും തെറ്റിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ കുറ്റവാളികളല്ലെങ്കിൽ ഇവരെ കുറ്റവാളികളാക്കാനായിട്ടുള്ള ശ്രമം നടക്കാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പാടില്ല. ഇങ്ങനെ വളരെ സമ്മിശ്രമാണ് നമ്മളുടെ ഈ മുന്നിലെത്തിയിരിക്കുന്ന നവീൻ ബാബു വിഷയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സങ്കീർണമായ കെട്ടുപാടുകൾ നിറഞ്ഞിരിക്കുന്ന
വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ രൂപപ്പെടാനുള്ള സാധ്യതകളുള്ള ഈ വിഷയത്തെ ലളിതമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ടുള്ളൊരു സാധ്യത CBIക്കുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.